അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് വായിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മനുഷ്യവർഗത്തോടുള്ള സൃഷ്ടാവിൻ്റെ മനോഭാവം വെളിപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ ഒരു വാക്യമാണിത്. യേശു തന്നെയാണ് ഈ വാക്യത്തിൽ കൂടി സംസാരിക്കുന്നത് എന്നതിനാൽ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ബൈബിളിലെ മുഴുവൻ സുവിശേഷ സത്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. ഏതാനും വാക്കുകളിൽ കൂടി ദൈവം തൻ്റെ ഹൃദയത്തിലെ മനുഷ്യരെക്കുറിച്ചുള്ള കരുതൽ യേശുവിൽ കൂടി വെളിപ്പെടുത്തിയ ഒരു വാക്യമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെടുകയും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ മരണം മൂലം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുകയും ചെയ്യുന്നവരാണ് നാം എങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും യേശുവിൽ നാം വിശ്വസിച്ചാൽ മരണശേഷവും ദൈവത്തോടുകൂടെ നമുക്ക് നിത്യത ചെലവഴിക്കാമെന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം ഉറപ്പ് തരുന്നുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് ആരായിരുന്നാലും അവർക്ക് ദൈവം നിത്യജീവൻ ഈ വാക്യത്തിൽ കൂടി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അനേകം കഷ്ടങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളും നാം നേരിടുമ്പോഴും യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് സമാധാനവും ആശ്വാസവും പ്രത്യാശയും നൽകിത്തരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. കാരണം നമുക്ക് പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ തൻ്റെ പ്രിയപുത്രനായ യേശുവിനെ യാഗം കഴിച്ച സ്നേഹവാനായ സ്വർഗീയ പിതാവിനെ ഈ വാക്യത്തിൽ കൂടി യേശു വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്ന പലരും നമ്മെ കൈവിടുമ്പോൾ നിരാശപ്പെടാതെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടി വരേണം. അവിടെ സർവ്വ ആശ്വാസവും ലഭ്യമാണ്. നമ്മെ തന്നെ രക്ഷിക്കുവാൻ നമുക്ക് തന്നെയോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അതൊരു നാളും സാധിക്കുകയില്ല എന്ന് 49-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നാം ഒരു വിലയും കൊടുക്കാതെ തന്നെ നമ്മുടെ പ്രാണനെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം നമുക്ക് ദാനമായി തന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ അനുസരിച്ചാൽ മാത്രം മതിയാകും. യേശുവിൽ വിശ്വസിക്കുക എന്ന വാക്കിൽ അനുസരണവും വിധേയത്വവും അടങ്ങിയിരിക്കുന്നു. യേശുവിനേക്കാൾ കൂടുതൽ മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാതെ ഉള്ള ജീവിതമാണത്. പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുന്ന അവസ്ഥയാണത്. യേശു തൻ്റെ പിതാവിനെ സ്നേഹിച്ചത് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടായിരുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചാൽ യേശുവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും എന്നും അതേ വാക്യത്തിൽ കാണുവാൻ കഴിയും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യമാണ് നാം കേട്ടത്. ഇനി കൽപ്പനകൾ എന്തെല്ലാമാണെന്ന് ബൈബിളിൻ്റെ ആദ്യ 5 പുസ്തകങ്ങളായ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ പുസ്തകങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ ന്യായീകരിക്കേണ്ടതിന് ബൈബിളിൽ വാക്യം നോക്കിയാൽ അനേകം വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വാസ്തവമായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നാം സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-32 വാക്യങ്ങളാണ് നാം കേട്ടത്. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക് ലോകസുഖത്തിൽ രമിക്കുവാനോ ജഡിക ഉല്ലാസത്തിൽ ആനന്ദിക്കുവാനോ കഴിയുകയില്ല.
മറ്റാരും തരാത്ത സ്നേഹവും സമാധാനവുമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നത്. മറ്റാർക്കും തരുവാൻ കഴിയാത്ത നിത്യജീവനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളാകുവാനാണ് യേശു മുഖാന്തരം ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ കൂടി കർത്താവ് ഉറപ്പു തരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യമാണ് നാം കേട്ടത്. യേശുവിനെ കൈക്കൊള്ളുക എന്നാൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനുള്ള അവകാശം അഥവാ കർത്തൃത്വം യേശുവിന് കൊടുക്കുക എന്നും, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നാൽ യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്നും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ മതിയായതാണെന്ന് നാം വിശ്വസിക്കുന്നു എന്നും ആകുന്നു. 119-ാം സങ്കീർത്തനം 176-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും കാണാതെ പോയ ആടുപോലെ തെറ്റിപ്പോയിരുന്നു. എന്നാൽ കാണാതെ പോയ നമ്മെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ അഥവാ കർത്താവായ യേശു ക്രിസ്തു വന്നത് എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ഈ താഴ്ന്ന ശാപഗ്രസ്തമായ ഭൂമിയിലേക്ക് ദൈവരൂപത്തിലായിരുന്ന യേശു മനുഷ്യരൂപം എടുത്തു വന്നത് അവന് നമ്മോടുള്ള സ്നേഹം നിമിത്തമാണ്. അതെ, യേശു നമ്മെ സ്നേഹിക്കുന്നു. ആകയാൽ ഇനി ഒരിക്കലും എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്ന് പറയരുത്. യേശു നമുക്കായി കരുതുന്ന സ്നേഹവാനാണ് എന്ന് പത്രോസ് ലീഹ 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ തൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഭാവിയെ ഓർത്ത് ഇനി ഒരിക്കലും നിരാശപ്പെടരുത്. ജീവിതം മടുത്തുവെന്ന് തോന്നുമ്പോൾ യേശു നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. വേദനയുടെയും അരക്ഷിതാവസ്ഥയുടെയും സമയങ്ങളിൽ യേശു നമ്മെ കരുതുന്നവനാണ് എന്ന് ഓർക്കുക. ആരും നമ്മെ ഗവനിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ യേശുവിന് നമ്മിൽ താല്പര്യമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. കാരണം തൻ്റെ ജീവനേക്കാൾ അധികം അവൻ നമ്മെ സ്നേഹിക്കുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്ന് യേശു തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആകയാൽ ദുരന്തങ്ങളും പ്രിയപ്പെട്ടവരുടെ മരണങ്ങളും പരാജയങ്ങളും നേരിടുമ്പോൾ കരയുവാൻ കണ്ണുനീരില്ലാതെ കരയുമ്പോൾ ഓർക്കുക, യേശു നമ്മെ സ്നേഹിക്കുന്നു. എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ നമ്മുടെ പിതൃത്വം ആദാമിൻ്റേതായി തീരുന്നു. നാം നമ്മുടെ പാപം മറയ്ക്കുന്നുവെങ്കിൽ ദൈവമകനോ മകളോ ആകുവാനുള്ള ദൈവം തന്ന അധികാരം നമുക്ക് നഷ്ടമാകും എന്ന് മനസ്സിലാക്കണം. നാം പാപം ചെയ്യുമ്പോൾ ആദ്യം പാപത്തിൻ്റെ ദാസനും നാം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ പാപത്തിൽ രസിച്ചാൽ സാത്താൻ്റെ സന്തതിയുമായി തീരുന്നുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം മരിക്കുന്നതിന് മുമ്പേ വീണ്ടും മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നു എങ്കിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പേര് തൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യമാണ് നാം കേട്ടത്. പൊന്നുകൊണ്ട് അഹരോൻ ഇസ്രായേൽ മക്കളുടെ ഉപദേശപ്രകാരം കാളക്കുട്ടിയെ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ദൈവം വെറുക്കുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ന്യായീകരിക്കുവാൻ ബൈബിളിൽ വാക്യം തിരയുകയും കിരൂബുകളെ കൃപാസനത്തിന് മുമ്പിൽ മോശ ഉണ്ടാക്കി വെച്ചതുമൂലം നമുക്കും വിഗ്രഹങ്ങൾ ഉണ്ടാക്കാമെന്ന് തെറ്റിദ്ധരിക്കുകയും അതുപോലെ തന്നെ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ അനുകരിച്ചുകൊണ്ട് നമുക്കും വിഗ്രഹങ്ങളെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ വണങ്ങുകയും ചെയ്താൽ ഓർക്കുക, നമ്മുടെയും പേര് ദൈവം തൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. യേശു ദൈവമാണ് സത്യം. ആകയാൽ ദൈവമായ യേശുവിൻ്റെ രൂപം നാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ രൂപത്തിൽ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടാക്കിയാൽ ഓർക്കുക, യേശു ദൈവമാണെങ്കിലും അവൻ മനുഷ്യരൂപത്തിലാണ് ഭൂമിയിൽ വന്നത്. അവൻ ആണിൻ്റെ രൂപത്തിലായിരുന്നു ഭൂമിയിൽ ജീവിച്ചത്. ആകയാൽ അവൻ്റെ രൂപമോ ഫോട്ടോയോ ഉണ്ടാക്കിയാലും നാം പ്രതിപട്ടികയിലാകുമെന്ന് ഓർക്കണം. ദൈവത്തിന് മുഖപക്ഷമില്ല. നിശ്ചയമായും അങ്ങനെയുള്ളവരുടെ പേര് ദൈവം തൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. ദൈവത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേര് ജീവപുസ്തകം എന്നാണ്. ആ പുസ്തകത്തിൽ നമ്മുടെ പേര് ഇല്ലാതെ വന്നാൽ അത് വളരെ വലിയ കഷ്ടതയ്ക്ക് കാരണമാകും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം
14 15 വാക്യങ്ങളിൽ ആ കഷ്ടതകളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ന്യായവിധിക്കായി ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തിക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20 അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന ഭാഗത്തിൽ നശിച്ചു പോകാതെ എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീപ്പൊയ്കയിൽ വീഴാതെ ഇരിക്കേണ്ടതിന് എന്നാണ് അർത്ഥം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പാപത്തിൽ വീഴാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിന് ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെയും തുടർച്ചയായി വായിക്കുകയും ബൈബിളിൽ അരുത് എന്ന ദൈവം മോശയിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാം അനുസരിക്കുകയും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങി നമ്മെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കേണ്ടവനായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് ദൈവമക്കളായി തന്നെ നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ കൂടി ഞങ്ങൾ കേട്ടു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അങ്ങയെ സ്നേഹിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ, ഭാവിയെ ഓർത്ത് വ്യാകുലപ്പെടുന്നെങ്കിൽ, അങ്ങ് അവർക്ക് സമാധാനവും നല്ല ഭാവിയും കൊടുത്ത് സഹായിക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.